ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് കൊല്ലത്ത് നല്ല ഫ്രഷ് മീനുകൾ ഒരുപാട് കിട്ടും. അപ്പോൾ അതുപോലെ നല്ല ഒന്നാമതൊരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് തേർഡ് എന്ന് പറഞ്ഞൊരു മീനാണ്. അതിന് വേറെ സ്ഥലത്തൊക്കെ വേറെ പേരൊക്കെ കാണുമായിരിക്കും. നമ്മളിവിടെ കൊല്ലത്ത് അതിനെ തേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കറി വെക്കുന്നതെന്ന് നോക്കാം. ഇതാണെന്നേ നമ്മൾ കറി വെക്കാൻ എടുത്തിട്ടുള്ള മീൻ തേർഡ് മീനാണ്. അതിൻ്റെ തലയ്ക്ക് നല്ല കട്ടിയുള്ളൊരു മീനാട്ടോ. മീനിൻ്റെ പകുതി ഭാഗം അതിൻ്റെ തലയാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നന്നായിട്ട് ഇതേ കഴുകി മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് വറുത്തരച്ചിട്ടാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ഇരുമ്പേട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഇരുമ്പേട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മതിയാവും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ചിട്ട് തിരികെ എടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ആ തേങ്ങയിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി ഞാനൊന്ന് മുറിച്ച് വെച്ചതാണ്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയിലേക്ക് നമുക്കൊരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവ മതിയാവും. എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കൈ എടുക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. തേങ്ങ ഏകദേശം ഒരുവിധം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് കുറച്ച് മെനക്കെട്ട പരിപാടി കേട്ടോ, നമ്മൾ ഈ വറുത്തരയ്ക്കുന്നത്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ ഇത്തിരി സമയമെടുക്കും. അതുപോലെ തന്നെ അത്രയും നേരം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറി വരാനുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുന്നുണ്ട്. ഇത്രയൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് നമ്മളങ്ങ് കരിച്ചാൽ ആ ഒരു എന്താ പറയുക, ഒരു കരിഞ്ഞ ചുവയുണ്ട് നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. അത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം. നല്ല ഉണക്ക തേങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറു ചൂട് മതി, ഒരുപാട് തിളപ്പിച്ച വെള്ളം വേണ്ട. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ചെറു ചൂടുള്ള വെള്ളമാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് പുളി ചേർക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും ചേർക്കാം.
നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. എന്താ അപ്പോൾ ഇവിടെ നിൽക്കുന്നേ? എന്താ തന്നെ വേണം? മീൻ കറിക്കോ? അകത്തുനിന്ന് ആൾക്കാരൊക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. സ്പൂണൊന്നും വിട്ട് ഇളക്കരുത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ തിളച്ച് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് വറുത്തരച്ചൊരു കറിയുടെ. ഒരു അറിയാമല്ലോ ആ ഒരു സ്മെല്ല്. അപ്പം നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ കറിവേപ്പിലയുടെ മണമൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മീൻകറി. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.